പാലക്കാട് വിശേഷങ്ങൾ പറയുന്ന സമയത്ത് സച്ചിനത് സ്ക്രീനിലേക്ക് വന്ന സമയത്ത് തന്നെ അത് ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും പാലക്കാട് ഉണ്ടായിരുന്നു, കൽപ്പാത്തിയിൽ വെച്ചായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം ചെയ്തത്. അപ്പോൾ വിശാലാക്ഷി സമേതനായ വിശ്വനാഥമൂർത്തിയുടെ തേര്, അത് ഒന്നാം തേര് അവിടെ ഉരുണ്ട് കഴിഞ്ഞു. ഇന്ന് മന്തക്കര ഗണപതിയുടെ തേരാണ് പ്രദക്ഷിണ വീതിയിലേക്ക്, കൽപ്പാത്തിയുടെ തെരുവ് വീതികളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഞായറാഴ്ചയാണ് ദേവരഥ സംഗമം. അപ്പോൾ അതിൻ്റെ ഒരു മുഹൂർത്തത്തിൽ തന്നെയാണ് കൽപ്പാത്തിക്കാരെല്ലാവരും ഉള്ളത്, പാലക്കാട്ടുകാരെല്ലാവരും ഉള്ളത്. ഒരു ദേശത്തിൻ്റെ സന്തോഷം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത്, അല്ലേ സച്ചിൻ? തീർച്ചയായും മിൻഷ, അതുതന്നെയാണ്. കാരണം ജാതി മതഭേദമില്ലാതെ കൽപ്പാത്തിയിലേക്ക് നിരവധി ആളുകളാണ് രഥോത്സവം കാണാൻ വേണ്ടി ഒഴുകിയെത്താറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പാലക്കാട്ട് രഥങ്ങൾ, അതായത് കൽപ്പാത്തിയിൽ രഥങ്ങളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രണ്ടാം തേര് ദിവസമാണ്. ഇന്നലെയായിരുന്നു ഒന്നാം തേര് വിശാലാക്ഷി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത്. ഇന്ന് രണ്ടാം തേര് ആരംഭിക്കും. രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഈ രഥോത്സവം കാണാൻ വേണ്ടി പാലക്കാട് എത്തിയിട്ടുള്ളത്. നാളെയാണ് കേരളം കാത്തിരിക്കുന്ന മഹാരഥ സംഗമം പാലക്കാട് കൽപ്പാത്തിയിൽ നടക്കുക. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റ് സുരക്ഷാ സന്നാഹങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. വിനിഷ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും രഥോത്സവം പാലക്കാട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വിനിഷ അടക്കമുള്ള ആളുകളായിരുന്നു രഥോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അന്ന് വലിയ രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥികളുടെ ഒരു തിരക്കും ഈ രഥോത്സവ വീതികളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാവാം കൽപ്പാത്തിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ എത്തുക എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് രാവിലെ 10-നും 11 മണിക്കും ഇടക്കാണ് രണ്ടാം ദിവസത്തെ തേരുകൾ ഈ കൽപ്പാത്തിയുടെ വീതികളിലൂടെ പ്രയാണം ആരംഭിക്കുക. എന്നാൽ പോലും രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ഒക്കെ ഇവിടെ ഈ രഥങ്ങളുടെ മുന്നിലെത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രഥങ്ങൾ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലക്ക് പുറമേ നിന്നുള്ള ആളുകളടക്കം ഈ രഥോത്സവം കാണാൻ വേണ്ടി എത്താറുണ്ട്. അതിൽ ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ഭേദമില്ലാതെ തന്നെയാണ് നിരവധി ആളുകൾ ഓരോ ദിവസവും ഇവിടെ എത്താറുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ, കുട്ടികളും അതേപോലെ തന്നെ ഇന്ന് അവധി ദിവസം കൂടിയാണ്, ശനിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ കുട്ടികളടക്കമുള്ളവരൊക്കെ ഈ രഥോത്സവം കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായ രഥങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നാളെയാണ് മഹാരഥ സംഗമം പാലക്കാട് കൽപ്പാത്തിയിൽ നടക്കുക. ശരി, ഏതായാലും ആ തത്സമയ ദൃശ്യങ്ങൾ കൂടി ഞങ്ങളെ കാണിച്ചു തന്നതിന് വളരെയധികം സന്തോഷം സച്ചിൻ. കൽപ്പാത്തിയിലെ ദേവരഥങ്ങളാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലക്കാട്ടെ വിജയരഥങ്ങളിൽ ആരൊക്കെ ഏറുമെന്നാണ് അറിയാൻ കഴിയേണ്ടത്.